ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് 14-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ് ബാങ്കിൻ്റെ ചാർട്ടിൽ 14-ാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇവിടെ 13-ാം തീയതി വൈകുന്നേരം അല്ലേ, അല്ലെങ്കിൽ മാർക്കറ്റ് തീരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വലിയൊരു വീഴ്ച താഴേക്ക് വരുന്നു. പിന്നെ അവസാനമൊക്കെ ഭാഗമാകുമ്പോൾ ചെറിയ ഒരു ഗ്രീൻ ക്യാൻഡിലും പിന്നെ ഒരു വലിയ ബോഡി ഇല്ലാത്ത ഒരു ഗ്രീൻ എന്ന് പറയാൻ ഗ്രീൻ ക്യാൻഡിൽ എന്നങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ ഒക്കുന്നില്ല, ഒരു വര പോലെ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിലൊക്കെയാണ് രൂപപ്പെട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുള്ള് താഴേക്കൊരു പോക്ക് ആണ് അവസാനത്തെ കുറച്ച് ക്യാൻഡിലുകൾ നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഇങ്ങനെ ഇങ്ങനൊരു വലിയൊരു ഫോള് ഇവിടം തൊട്ട് ഇവിടം വരെ വന്നേക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ നേരെ പകുതി തിരിച്ചു കയറണമെന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ആ പകുതിയിലേക്ക് ഒന്ന് വന്ന് മുട്ടിയിട്ട് ഇത് വീണ്ടും ഒന്നെങ്കിൽ ഈ വീഴുക എന്നുള്ള മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ഒരു കൺസോളിഡേഷൻ നടക്കാം. അങ്ങനെയാണ് നമ്മൾ അനുമാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഏകദേശം നമ്മൾ പറഞ്ഞ എല്ലാം അതേപോലെ സംഭവിച്ചെന്നല്ല. നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇതിൻ്റെ നേരെ പകുതി കയറുമ്പോൾ പുറകിലേക്ക് അല്ലേ, ഇവിടം തൊട്ട് ഇവിടം വരെ നോക്കി ഇതിൻ്റെ നേരെ പകുതി കയറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലേക്കും കൂടെ നമുക്ക് നോക്കണം. പുറകിൽ ഈ ഒരു പോയിൻ്റ് അവിടെ ഒരു ഇതായിട്ട് നിൽപ്പുണ്ട്, പിന്നെ മുകളിലത്തെ പോയിൻ്റ് ഈ ഭാഗം, ഇതൊക്കെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം പുറകിലേക്ക് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നോക്കുവാണെങ്കിൽ അല്ലേ, ഈ ഒരു ഏരിയ വരെ ഇത് ഏറ്റവും കുറഞ്ഞത് മുകളിലേക്ക് കയറി വന്നേക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ കയറി വന്നിട്ട് ഇത് എന്ത് ചെയ്യാം, വീണ്ടും ഈ ഒരു ഈ മൊത്തം ട്രെൻഡിനെ ഫോളോ ചെയ്യുന്ന രീതിയിൽ താഴേക്ക് പോവുകയോ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയോ ചെയ്യാം. അതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ പകുതി വരെയും ഇത് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ അത് എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൃത്യം പകുതിയാണോ എന്നല്ല, ഏകദേശം പകുതിയോട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വന്നിട്ടാണ് പിന്നെ ചാർട്ട് തിരിച്ച് താഴേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ട് ഇവിടെ വന്ന് നിൽക്കാം, അതല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം. അതെല്ലാം ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയതുകൊണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഈ ഏരിയകളിലേക്ക് ആ ചാർട്ട് വന്ന് അല്ലേ നിൽക്കാം. അതും അല്ലെങ്കിൽ പിന്നെ അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയേക്കുന്നതുകൊണ്ട് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന ഏരിയകളാണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ഇത് വന്ന് നിൽക്കാനുള്ള ചാൻസ്. അങ്ങനെയാണ് നമ്മളിത് താഴോട്ട് പോവുകയാണെങ്കിൽ എവിടം വരെ പോകും എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ട മാർഗങ്ങളാണ് ഈ പുറകിലേക്ക് ഉള്ള ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ ചാർട്ടിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കത് ഓരോരോ സ്റ്റേജ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സ്റ്റേജ് ബ്രേക്ക് ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റേജ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് നമ്മൾ നോക്കി പോകേണ്ടത്. പിന്നെ അത് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവിടം വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് സൈഡ് വേസ് ആകുന്ന രീതിയിലേക്ക് മാറുമായിരുന്നു ചെയ്തത്. ഓക്കെ, അതാണ് നമ്മുടെ ഒരു പ്രഡിക്ഷനകത്ത് കുറച്ച് ഭാഗത്തെ അത് ശരിയാകുന്നുണ്ട്. അതായത് മൊത്തത്തിലുള്ള ഈ ഒരു വീഴ്ചയിലെ നേരെ പകുതിയിലേക്കെങ്കിലും ഇത് തിരിച്ച് കയറാമെന്നുള്ള ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ഈ ഭാഗമായിരുന്നു അല്ലേ. ഈ ഭാഗത്തേക്കെങ്കിലും തിരിച്ച് വന്ന് മുട്ടിയിട്ട് എന്തെങ്കിലും നടക്കും എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്തായാലും അത് മുട്ടിയിട്ടുണ്ട്, ഏകദേശം ഇതിൻ്റെ പകുതിയോടടുത്ത് വരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ. എന്നിട്ട് തിരിച്ച് താഴേക്ക് പോയി. ഇനി 14-ാം തീയതിത്തെ ചാർട്ട് എടുത്ത് വെച്ച് നോക്കിയാൽ ഏകദേശം ഇവിടുന്ന് തുടങ്ങുന്നു, ഇവിടം വരെ വീഴുന്നു, ശരിയല്ലേ. അപ്പോൾ ഇത്രയും ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നേരെ പകുതിയിലേക്ക് ഇത് തിരിച്ച് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം
നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പകുതി നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലേക്കും കൂടെ നോക്കുക. എന്തെങ്കിലും അവിടെ, അതായത് ഈ ലെങ്തിലേക്ക്, ഈ ഒരു ലെങ്ത് ഇവിടെയും ഈ ഒരു ലെങ്ത് ഇവിടെയും നമ്മൾ നീട്ടി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ പകുതിയിൽ വേറെ എന്തെങ്കിലും സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഏകദേശം കണ്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനൊരു സംഭവം കിടപ്പുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒന്ന് നമ്മൾ നോക്കി വെച്ചാൽ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് കറക്റ്റ് അത് വരാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ? അപ്പോൾ അത് തിരിച്ചത് കയറി നമ്മൾ സാധാരണ പറയുന്ന പകുതി വരെയും എത്തിയില്ല. കാരണം അതിൻ്റെ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് തിരിച്ച് കയറി വരുന്നത് ഏകദേശം ആ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്തു? ഇവിടം വരെ കയറി വന്നുള്ളൂ. ശരിയല്ലേ? ആ ചാർട്ടിൽ അത് കാണാൻ പറ്റും. അങ്ങനെ കയറി വന്നിട്ട് തിരിച്ച് വീണ്ടും താഴേക്ക് പോയി അത് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ ഇനി തൊട്ട് എന്താണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നത്? അങ്ങനെ ഒരു നല്ലൊരു വീഴ്ചയോ അല്ലെങ്കിൽ കയറ്റമോ എന്ത് സംഭവിച്ചാലും അതിൻ്റെ നേരെ പകുതിയിലേക്ക് വരും എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലേ, സാധാരണ പകുതിയിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പകുതിയിലേക്ക് വരുന്നത് നമ്മൾ ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ബാക്കിലേക്ക് ചാർട്ടിൻ്റെ മുൻപുള്ള ദിവസങ്ങളിലെ ചാർട്ടുകളും കൂടി നോക്കിയാൽ അവിടുത്തെ ഒരു റെസിസ്റ്റൻസൊക്കെ നമുക്ക് ചിലപ്പം മനസ്സിലാവും. അപ്പോൾ ആ റെസിസ്റ്റൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം അവിടം വരെ വരും എന്നുള്ള രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്കത് ക്ലിയറായി വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള ചാർട്ടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് കീപ്പ് ചെയ്തൊരു നമുക്ക് ഒരു 80% മുകളിലെങ്കിലുമൊക്കെ നമുക്കത് വർക്കാകുവാണെങ്കിലാണ് അതൊക്കെ ഒരു കൊള്ളാവുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്തായാലും ഇന്ന് 13-ാം തീയതി കൺസോളിഡേഷനാണ് നടന്നത്. അപ്പോൾ നാളെ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു സംഭവം ഈ ചാർട്ടിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ അത് മുകളിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊരു താഴേക്കോ അതൊരു വീഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള കൺസോളിഡേഷൻ കഴിയുന്ന സമയങ്ങളിൽ, അതായത് ഇതിനകത്ത് ഉണ്ട്, ഈ ഒരു ഭാഗം എടുത്താൽ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി കൺസോളിഡേഷനായിട്ട് നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു, അല്ലേ? ഇങ്ങനെ വരുന്നു, പോകുന്നു, വീണ്ടും വരാൻ നോക്കുന്നു, പോകുന്നു. അപ്പം ഇനി നോക്കിക്കുക, ഈ കൺസോളിഡേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ബ്രേക്ക് ചെയ്യുന്നൊരു ഭാഗം എന്ന് പറഞ്ഞാൽ നല്ലൊരു ക്യാൻഡിൽ വരാറുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോളിഡേഷൻ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ ക്യാൻഡിൽസിൻ്റെ എല്ലാം സ്ട്രെങ്ത് വളരെ കുറവായിരുന്നു. പക്ഷേ അതുകൊണ്ട് ഈ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്ത്, ബോഡി പാർട്ട് കൂടുതലാണ്, അല്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരിക്കണം. ഒന്നെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ, ഈ ഭാഗം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഒത്തിരി കയറി പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ഓക്കെ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്ന സംഭവം. അതേപോലെ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഇനി എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ഊഹത്തിൽ പറഞ്ഞാൽ, ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല ക്യാൻഡിൽ എന്ന് പറയത്തക്ക രീതിയിൽ ഈ ഒരു ക്യാൻഡിലും നല്ലൊരു ബോഡി ഉണ്ടാക്കുന്ന ക്യാൻഡിലായിരുന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും തിരിച്ചിറങ്ങേണ്ടി വന്നു, അല്ലേ? വീണ്ടും ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടെങ്കിൽ ഇനി വന്നാൽ ഇത് ചിലപ്പം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ തന്നെയും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ഫുള്ള് വീഴ്ചയുണ്ടല്ലോ, ഈ ഒരു ഫുള്ള് വീഴ്ചയുടെ പകുതി ഓൾറെഡി ഇവിടെ പകുതി വന്നിട്ടുണ്ട്. എങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുകയാണ്. നല്ലൊരു ബ്രേക്ക് വന്നാലും പിന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക് വന്നാൽ ഈ ഒരു ഏരിയകളിൽ അതൊന്ന് ചെന്ന് മുട്ടാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. ഓക്കെ.
ഇങ്ങനെയൊരു 24-40 ഒക്കെ ഒന്ന് വന്ന് മുട്ടിയേക്കാം എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്. അത് അതിന് വേറെ സാധൂകരിക്കുന്ന എന്താണ് കാരണങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല ഇതിനകത്ത്. നമ്മളങ്ങ് ഊഹിക്കുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാരണങ്ങളൊക്കെ അതിനെ ചിലപ്പോൾ സാധൂകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാകാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ കണ്ട ഒരു കൺസോളിഡേഷനിൽ എന്താണോ നടന്നത് അത് വെച്ചിട്ട് ഇത് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കാം. ഇനി അതല്ല എങ്കിൽ റെഡ് ക്യാൻഡിൽസ് ആണ് സ്ട്രെങ്ത് കൂടി കാണിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അങ്ങനെ താഴോട്ട് പോയേക്കാം. അപ്പോൾ ഇനി അടുത്ത ക്യാൻഡിൽസിൻ്റെ ഒരു രീതി വെച്ചിട്ട് നമുക്ക് ബാക്കി പറയാൻ പറ്റുന്നുള്ളൂ. എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടൊക്കെ ഇങ്ങനെ മുകളിലേക്കൊരു ട്രെൻഡ് കാണിച്ചത് കൊണ്ട് എന്താണ് മുകളിലേക്കൊന്ന് കയറും എന്നാണ് ഞാൻ കരുതുന്നത്. ഏകദേശം ഇവിടെയെങ്കിലും അല്ലേ, ഈ ഒരു ഭാഗത്തെങ്കിലും അത് വരണം, അതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് 16-ാം തീയതി സംഭവിക്കുന്നതെന്ന് നോക്കാം. 14-ാം തീയതി യെസ് ബാങ്കിൻ്റെ കാര്യങ്ങളിൽ ഇതാണ് ഒന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നല്ലൊരു രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ നമ്മൾ കാണാറുള്ള രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ആ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം, ഒന്ന് ഇത്രയൊരു വീഴ്ച വീണിരുന്നു അല്ലേ. ഇത്രയൊരു വീഴ്ച വീഴുമ്പോൾ അതിൻ്റെ പകുതിയിലേക്ക് ചാർട്ട് കയറി വരുമെന്ന് പറയുമായിരുന്നു. അങ്ങനെ കയറി വരുന്നെങ്കിൽ പുറകിലേക്ക് നോക്കണം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് അല്ലേ. അപ്പോൾ അവിടം വരെ എത്തിയിട്ടുമുണ്ട്, ശരിയല്ലേ. ഒന്ന് ആ കാര്യമാണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് ഇതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ക്ലോസും അതിൻ്റെ ലോയും എടുക്കുന്നു അല്ലേ. ഈ ലോ എപ്പോഴെങ്കിലും ബ്രേക്ക് ചെയ്താൽ തിരിച്ച് ഈ ക്ലോസിൻ്റെ അവിടം വരെയെങ്കിലും ചാർട്ട് കയറി വന്നേക്കാം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? രണ്ടാമത്തെ ക്യാൻഡിൽ ഈ ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ നേരെ തിരിച്ചിവിടെ വരെ വന്നേക്കാം എന്നുള്ള കാര്യം. ഒന്ന്, ഇത്രയും ഈ ഒരു രീതിയിലുള്ള കയറ്റം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒന്ന് അതുകൊണ്ട്, രണ്ടാമത്തെ നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന ഈ ഒരു രീതിയും നമ്മൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം അത് സംഭവിക്കാനുള്ള ചാൻസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഇത് കയറി വന്നിട്ടുണ്ട്, ശരിയല്ലേ. ഇത് കയറി വന്നേക്കുന്നത് നമ്മുടെ ഈ വരയുടെ ഏകദേശം ആ ഒരു ഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ ഈ ലെങ്ത് ഫുള്ള് നല്ല ക്യാൻഡിൽസ് ആണെങ്കിൽ, നല്ല കയറ്റമാണെങ്കിൽ ഈ ഫുള്ള് ക്യാൻഡിൽസും കയറി വരും. അതല്ലെങ്കിൽ ഇതിൻ്റെ നേരെ പകുതിയിലെങ്കിലും കയറി വരാറുണ്ട്. ഏകദേശം ഇത് പകുതി കൂടുതൽ കയറി വന്നിട്ടുള്ളതായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. അതാണ് അതിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ള. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്ന രണ്ട് ട്രിക്കും കൂടി ഒരുമിച്ച് വരുമ്പോൾ എന്തായാലും അതൊന്ന് ഉറപ്പാകുന്ന മട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി വരും ദിവസങ്ങളിലും ഇതേ കാര്യം തന്നെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഏകദേശം നമ്മൾ 1-2 അല്ലെങ്കിൽ 1 മാസം 2 മാസമൊക്കെ നമുക്ക് മുന്നോട്ട് തന്നെ നോക്കാം എത്രത്തോളം ഇത് ആക്യുറസി ഉണ്ടെന്നോ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്തത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ചാർട്ടിലേക്ക് പോകാം.